GST Act പ്രകാരം ITC അഥവാ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് സിംപ്ലി ദ ക്രെഡിറ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ്. ഡെഫിനിഷൻ വളരെ സിമ്പിൾ ആണെങ്കിലും പ്രാക്ടിക്കലി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മനസ്സിലാക്കണമെങ്കിൽ ഇൻപുട്ട് ടാക്സ് എന്താണെന്ന് അറിയണം. അപ്പോൾ എന്താണ് ഇൻപുട്ട് ടാക്സ് എന്ന് നോക്കാം. ബിസിനസ് ആവശ്യത്തിനായി എന്തെങ്കിലും ഗുഡ്സ് വാങ്ങുകയോ സർവീസ് അവെയിൽ ചെയ്യുകയോ ചെയ്യുമ്പോൾ പേ ചെയ്യേണ്ടി വരുന്ന ടാക്സ് ആണ് ഇൻപുട്ട് ടാക്സ്. GSTയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് കേസ്കേഡിംഗ് എഫക്ട് ഓഫ് ടാക്സ് ഇല്ല എന്നുള്ളത്. അതായത് നികുതിക്ക് മേൽ നികുതി. ഈ സവിശേഷതയെ യാഥാർത്ഥ്യമാക്കുന്ന കോൺസെപ്റ്റ് ആണ് ITC. ഇനി ITC കിട്ടണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നോക്കാം. 1. നമ്മൾ വാങ്ങിയ ഗുഡ്സ് അഥവാ സർവീസ് ബിസിനസ് ആവശ്യത്തിനായിരിക്കണം ഉപയോഗിക്കുന്നത്. 2. വാങ്ങിയ ഗുഡ്സിന്റെ അഥവാ സർവീസിന്റെ ടാക്സ് ഇൻവോയ്സ് അഥവാ ഡെബിറ്റ് നോട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. 3. സപ്ലയർ ടാക്സ് ഇൻവോയ്സ് അഥവാ ഡെബിറ്റ് നോട്ട് GSTR 1 ഉൾപ്പെടുത്തി ഫയൽ ചെയ്തിട്ടുണ്ടാകണം. 4. നമുക്ക് ഗുഡ്സ് അഥവാ സർവീസ് ലഭിച്ചിട്ടുണ്ടായിരിക്കണം. 5. സപ്ലയർ ടാക്സ് ഗവൺമെന്റിൽ പേ ചെയ്തിട്ടുണ്ടായിരിക്കണം. ലാസ്റ്റ് 1, നമ്മൾ GSTR 3B ഫയൽ ചെയ്തിട്ടുണ്ടാകണം. ഇനി ഈ കോൺസെപ്റ്റ് ഒരു ട്രേഡറുടെ എക്സാമ്പിളിലൂടെ ഒന്ന് ക്ലിയർ ചെയ്തു തരാം. ഒരു റീറ്റെയിലർ ഹോൾസെയിലറുടെ കയ്യിൽ നിന്നും 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങുന്നു. 10 രൂപ GST ഹോൾസെയിലർക്ക് കൊടുക്കുന്നു. ദെൻ അതേ സാധനം 150 രൂപയ്ക്ക് ഒരു കസ്റ്റമർക്ക് വിൽക്കുന്നു. 15 രൂപ GST കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ റീറ്റെയിലർ കസ്റ്റമറുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്ത 15 രൂപയാണ് ഗവൺമെന്റിൽ അടയ്ക്കേണ്ടത്. എന്നാൽ അയാൾ ഹോൾസെയിലർക്ക് കൊടുത്ത 10 രൂപ കുറച്ച് 5 രൂപ മാത്രം ഗവൺമെന്റിൽ അടച്ചാൽ മതി. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് ടാക്സിൽ നിന്നും കുറച്ച 10 രൂപയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഈ ഒരു എക്സാമ്പിളിലൂടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എങ്ങനെയാണ് ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പ്രാക്ടിക്കലി വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി നമുക്ക് ഇനിയും കാണാം. താങ്ക് യു. Finprov Learning.